നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് തലപ്പാടി ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. പള്ളിക്കര തെക്കേക്കുന്നിലെ വിശാൽ കൃഷ്ണനാണ് ആക്രമണത്തിന് ഇരയായത്. വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസിലെ 1ാം പ്രതിയായ വിദേശത്തുള്ള അബ്ദുൾ റസാഖിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു. മതസൗഹാർദ്ദ പാരമ്പര്യം ഊട്ടിയുറപ്പിച്ച് തൃക്കരിപ്പൂർ രാമവല്യം പെരുങ്കളിയാട്ട നഗരിയിൽ ഇഫ്താർ സംഗമം നടന്നു. വർഷങ്ങളുടെ മദ്യപാനത്തിനൊടുവിൽ മരണക്കിടക്കയിൽ നിന്ന് വായനയിലൂടെ ജീവിതം തിരിച്ചുപിടിച്ച വിനു വേലാശ്വരത്തിനെ പരിചയപ്പെടാം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC കാഞ്ഞങ്ങാട് RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇല്ലെങ്കിൽ സൗജന്യ യാത്രാ ടിക്കറ്റ് പതിക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മാർച്ച്. രാമേശ്വരം മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് തലപ്പാടി ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ദാരുണാന്ത്യം. തിങ്കളാഴ്ച രാത്രി 10:45 നാടിനെ നടുക്കിയ അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാത്രി 10:45 അപകടമുണ്ടായത്. ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള പാലത്തിന്റെ ഡിവൈഡറിൽ കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. കിഷൻ കുമാർ, ജനാർദ്ദനൻ, അരുൺ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കർണാടക ഉപ്പിനങ്ങാടി സ്വദേശി രത്തനെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട്ട് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. പള്ളിക്കര തെക്കേക്കുന്നിലെ വിശാൽ കൃഷ്ണനാണ് ആക്രമണത്തിന് ഇരയായത്. സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ മാതാവ് പോലീസിൽ പരാതി നൽകി. സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനത്തിനിരയായി കാലിന്റെ എല്ല് തകർന്നതായി പരാതി. പള്ളിക്കര തെക്കേക്കുന്നിലെ വിശാൽ കൃഷ്ണനാണ് ആക്രമണത്തിനിരയായത്. ഫെബ്രുവരി 23 കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിലെ ടർഫിലാണ് സംഭവം. കാഞ്ഞങ്ങാട് നഗരത്തിലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ഇതേ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 2 പേരും സമീപത്തെ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. ക്രൂരമായി മർദ്ദിക്കുകയും 6 അടിയോളം താഴ്ചയുള്ള കുഴിയിലേക്ക് തള്ളിയിടുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. വീഴ്ചയിൽ വലതുകാലിന്റെ എല്ലൊടിഞ്ഞു. ഇതേ സ്കൂളിൽ 10ാം തരത്തിൽ പഠിക്കുന്ന വിശാഖിന്റെ ജ്യേഷ്ഠൻ പൃഥ്വിയെ സമീപത്തെ സ്കൂളിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം മർദ്ദിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനമെന്നാണ് കുട്ടിയുടെ പിതാവ് വിശ്വനാഥൻ പറയുന്നത്. വയറ്റിൽ കത്തി കയറ്റുമെന്ന് ഒരു വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. മോനെ 23-ാം തീയതി ടർഫിൽ കളിക്കാൻ പോകുന്നത് പറഞ്ഞു. ടർഫിൽ കളിക്കാൻ പോകുമ്പോൾ ഞാൻ പോകണ്ട, പരീക്ഷയല്ലേ പിറ്റേ ദിവസം. അല്ല, ഞാൻ 1 മണിക്കൂറിനുള്ളിൽ വേഗം വരാൻ പറഞ്ഞിട്ടാണ് പോയത്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കാഞ്ഞങ്ങാടേക്ക് പോകുന്നുണ്ടായത്, ഞാനും ഭർത്താവും. അപ്പോൾ ഒരു കോൾ വന്നു, നിങ്ങളെ കുട്ടിക്ക് ഇങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് കാണാം. അപ്പോഴത്തേക്ക് കുട്ടീനെ അവിടെ കിടത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോയത്, ആംബുലൻസ് വരാൻ വേണ്ടിയിട്ട് കിടത്തിയിട്ടുണ്ട്. കുട്ടി നേരെ പോയത് ദീപ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇത്ര എമൗണ്ട് ആവും പെട്ടെന്ന് ഓപ്പറേഷന്. അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് നേരെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോയി. ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് അവരൊന്നും ഇത് പരിയാരത്തേക്ക് കൊണ്ടുപോകണം. പരിയാരത്ത് ഇവനവിടെ കളി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 9ത്തെ 10ത്തെ കുട്ടികൾ തല്ലാക്കുന്നുണ്ട്. കളിച്ചിട്ട് അവർ തല്ലാക്കുന്നുണ്ട്. ഇവർ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞത്. 10ാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടി ഇവൻ്റെ തോളിൽ കയറ്റി നീ അതിലേ പോകണ്ട, അതിലെ പോലീസ് വരും, നമുക്ക് ഇതിലേ പോകാനിട്ട് ഇവനെ കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ തല്ലിനില്ലല്ലോ, ഞാൻ നേരെ വീട്ടിലേക്കല്ലേ പോകുന്നത്, എന്നെന്തിനാ പോലീസ് പിടിക്കുന്നത് പറഞ്ഞു. അപ്പോൾ വേണ്ട, നമുക്ക് ഇതിലേ പോകാമെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ കൂട്ടിയിട്ട് പോയതാണ്. കുട്ടീനെ കൂട്ടി പോയിട്ട് പുറകുന്ന് തലക്കടിച്ചു.
പിന്നെ പുറത്തേക്ക് അടിച്ചു, ചവിട്ടി. അവിടെ നിന്നാണ് വലിയ ഒരാളുടെ ഹൈറ്റുള്ള വരമ്പിൽ നിന്ന് കുട്ടീനെ തള്ളി താഴെട്ടിട്ട് അവരെ തച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്ന രംഗാന്ന്. PG പ്രജിത സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് ഡിവൈഎസ്പിക്ക് പരാതി നൽകി. കാലിൽ ശസ്ത്രക്രിയയ്ക്കു വിധേയനായ വിശാഖ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി. പരുക്കിനെ തുടർന്ന് വാർഷിക പരീക്ഷ എഴുതാൻ കഴിയാത്തതിന്റെ സങ്കടത്തിലാണോ വിശാഖ്? ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസിലെ ഒന്നാം പ്രതിയായ വിദേശത്തുള്ള അബ്ദുൾ റസാഖിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഭാര്യയുടെ പിതാവിന്റെ വാട്സപ്പിലേക്ക് ശബ്ദ സന്ദേശം അയച്ച് മുത്തലാഖ് ചൊല്ലിയെന്ന കേസിൽ പ്രതിയായ നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെ വിദേശത്ത് നിന്നും നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഹോസ്ദുർഗ് പോലീസ് ആരംഭിച്ചു. കഴിഞ്ഞ മാസം 21-നാണ് നെല്ലിക്കട്ട സ്വദേശിയായ അബ്ദുൾ റസാഖ് യുവതിയുടെ പിതാവിന്റെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലി സന്ദേശം അയച്ചത്. മുസ്ലിം സ്ത്രീ വിവാഹ സംരക്ഷണ നിയമപ്രകാരമാണ് മുത്തലാഖിൽ കേസ്. ഇതിനു പുറമെ സ്ത്രീധന പീഡന നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട്. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഹോസ്ദുർഗ് കോടതിയിൽ യുവതി നേരത്തെ പരാതി നൽകിയിരുന്നു. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ ഭർത്തൃവീട്ടുകാരുടെ കൊടിയ പീഡനത്തിനാണ് ഇരയാകേണ്ടി വന്നതെന്ന് പെൺകുട്ടി പരാതിയിൽ പറയുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. 2022 ഓഗസ്റ്റ് 11-നാണ് ഇവരുടെ വിവാഹം നിയമപ്രകാരം നടന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മതസൗഹാർദ്ദ പാരമ്പര്യം ഊട്ടിയുറപ്പിച്ച് തൃക്കരിപ്പൂർ രാമവില്യം പെരുങ്കളിയാട്ട നഗരിയിൽ ഇഫ്താർ സംഗമം നടന്നു. നാനാതുറകളിലുള്ള 100 കണക്കിന് പേർ പങ്കെടുത്ത ഇഫ്താർ സംഗമം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിലെ പെരുങ്കളിയാട്ട നഗരിയിൽ മഗ്രിബ് ബാങ്ക് വിളി ഉയർന്നപ്പോൾ അത് നാടിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യം ഊട്ടിയുറപ്പിക്കുന്നതായി മാറി. കാൽനൂറ്റാണ്ടിന് ശേഷം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവ നഗരിയിലാണോ സാഹോദര്യവും സ്നേഹവും പങ്കുവച്ച ഇഫ്താർ സംഗമം നടത്തിയത്. പെരുങ്കളിയാട്ട നഗരിയിൽ അന്നദാനത്തിനൊരുക്കിയ ഭക്ഷണ പന്തലിലാണ് ജാതി മതഭേദമന്യേ 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ഇഫ്താർ സംഗമം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ 10 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് റഹ്മ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ 10 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് മഗ്ഫിറ എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ 10 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് നിജാത്ത് എന്നാണ് പറയുന്നത്. ആദ്യത്തെ 10 ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ, അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല. ആ അല്ലാഹുമായിട്ട് ഓരോ വ്യക്തികളും ദുആയിലൂടെ നേരിട്ട് സംവദിക്കുന്ന പ്രാർത്ഥനാ നിർഭരമായ റഹ്മയാണ് ആദ്യത്തെ 10 ദിവസം. ഭൂമിയിൽ പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല. ആ പാപം ചെയ്യുന്ന ആളുകൾക്ക് പാപമോചനത്തിന്, പ്രായശ്ചിത്തത്തിന്, പശ്ചാത്താപത്തിനുള്ള വേദിയാണ് രണ്ടാമത്തെ ഈ പറയപ്പെടുന്ന മഗ്ഫിറ എന്ന് പറയുന്ന പ്രാർത്ഥന. വൾവക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KP അഷ്റഫ് മുൻഷി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വൾവക്കാട് ജുമാ മസ്ജിദ് ഇമാം MK അഷ്റഫ് മാലിക്കി റമളാൻ സന്ദേശം നൽകി നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. രാമവില്യം കഴകം പെരുങ്കളിയാട്ട സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ, ജനറൽ കൺവീനർ PV കണ്ണൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, വൈസ് പ്രസിഡന്റ് EM ആനന്ദവള്ളി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VPP ഷുഹൈബ്, രാമവില്യം കഴകം പ്രസിഡന്റ് VV രാഘവൻ മാസ്റ്റർ, ജീവകാരുണ്യ പ്രവർത്തകൻ TKC അബ്ദുൽ ഖാദർ ഹാജി, M യൂസഫ് ഹാജി, PB കുഞ്ഞിക്കണ്ണൻ, VV അബ്ദുള്ള ഹാജി, TP അഹമ്മദ് ഹാജി, CK ഇബ്രാഹിം, MAC കുഞ്ഞബ്ദുള്ള ഹാജി, NKP മുഹമ്മദ് കുഞ്ഞി, KM കുഞ്ഞി, ഷമീർ വൾവക്കാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വർഷങ്ങളുടെ മദ്യപാനത്തിനൊടുവിൽ മരണക്കിടക്കയിൽ നിന്ന് വായനയിലൂടെ ജീവിതം തിരിച്ചുപിടിച്ച വിനു വേലാശ്വരത്തിനെ പരിചയപ്പെടാം. 40ഓളം ചെറു കവിതകൾ അടങ്ങിയ വേൽ രൂപങ്ങൾ എന്ന പുസ്തകം എഴുതി വായനക്കാരിലേക്ക് എത്തിക്കുകയാണ് വിനു. വിഭിഷ വനിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലഹരിക്കടിമയായിരുന്ന വിനു വേലാശ്വരം ഇന്ന് വായനയ്ക്ക് അടിമയാണ്. ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട്. നമുക്ക് അദ്ദേഹം കൂടെയുണ്ട്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇങ്ങനെയൊരു കവിത എഴുതാൻ പല കാരണങ്ങളുമുണ്ട്. എന്തായിരുന്നു അതിലേക്കുള്ള ആ ഒരു വഴി? കവിത എഴുതാൻ തുടങ്ങി ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ. ജീവിതം മദ്യത്തിന് അടിമപ്പെട്ട് ജീവിതം ഇനി തിരിച്ചു വരില്ല എന്ന ഇതിൽ നിന്നാണ് മരണത്തിൻ്റെ 2 വരികൾ ഫേസ്ബുക്കിൽ കുറിക്കാൻ തുടങ്ങിയത്. അത് കവിത ഒന്നും ആയിരുന്നില്ല, ജീവിതത്തിൻ്റെ പാളിച്ചകളും
ഇനിയില്ലാന്ന് അതുകൊണ്ട് കുറിച്ച മാത്രം. കവിതയിലേക്ക് എത്തിയത് എന്നെ ഞാനാക്കിയ എൻ്റെ ടീച്ചറമ്മ കൊണ്ടുതന്ന പുസ്തകങ്ങൾ വഴിയാണ്. പിന്നെ വായനാശീലങ്ങളിലാണ് ഞാൻ കവിതയിലേക്ക് തിരിഞ്ഞ വായന സമ്മാനിച്ചതാണ്. ആ പുസ്തകത്തിൽ നമ്മൾ ഒരു ടീച്ചറമ്മയെ പ്രത്യേകം കണ്ടു, അമ്മ എന്നതിന് ശേഷമുള്ള ടീച്ചറമ്മയെ. ആ ടീച്ചറമ്മയോട് നമുക്ക് ചോദിക്കാം, വിനു വേലാശ്വരത്തിൻ്റെ ഈ ഒരു കവിതകൾ ഞങ്ങളെ ഏവരെയും കണ്ണ് ഇത്തിരി നനയിപ്പിച്ചോ എന്ന് പോലും തോന്നുന്നുണ്ട്. എന്താണ് ടീച്ചറമ്മയ്ക്ക് പറയാനുള്ളത്? ജീവിതത്തിൻ്റെ ഒരുപാട് തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്നാണ് വിനു എഴുതാൻ തുടങ്ങിയത്. ആദ്യ കവിതകളിലൊക്കെ ഭയങ്കര നിരാശയും മരണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് പുസ്തകങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് വിനുവിൻ്റെ എഴുത്തിൻ്റെ ഒരു രീതി മാറി. വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതത്തിന് വലിയ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ കാണുന്ന കവിതകളിലേക്ക് അവൻ്റെ എഴുത്ത് മാറിയിട്ടുണ്ട്. ഏറെ പ്രതീക്ഷയും സന്തോഷമുണ്ട്. പുസ്തകവണ്ടിയാണ് പുസ്തകത്തിൻ്റെ വേൽ രൂപങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രസാധകർ. അപ്പോൾ അവരും ഈ രീതിയിലുള്ള പ്രവർത്തനം തന്നെ നടത്തുന്നത്. അപ്പോൾ ആ ഒരു എഴുതാൻ അല്ലെങ്കിൽ പുസ്തകമാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ പുസ്തകങ്ങൾ ചെയ്യാൻ തയ്യാറായ പുസ്തകവണ്ടി ഏറെ സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഇതിൻ്റെ ഒരു സന്തോഷം ഇതിൻ്റെ 3ാം പതിപ്പ് ഇറങ്ങുന്നു എന്നുള്ളതാണ്. സാധാരണ കവിതാ പുസ്തകങ്ങളുടെ 1ഉം 2ഉം പതിപ്പുകളല്ലാതെ 3ാം പതിപ്പൊക്കെ വളരെ അപൂർവമാണ്. അപ്പോൾ വിനുവോടുള്ള ഒരു വിനുവിൻ്റെ സൗഹൃദ വലയങ്ങളും പുസ്തകവണ്ടിയുടെ വായനക്കാരും തന്നെയാണ് അതിനെ അത്രത്തോളം പ്രോത്സാഹിപ്പിച്ചത്. വിനുവിൻ്റെ കൂടെ ഞാൻ കാണുന്ന സമയത്തുള്ള വിനു അല്ല ഇപ്പോൾ എന്നുള്ളത് ഏറെ സന്തോഷം. ഒരു പക്ഷേ ഞാനല്ലെങ്കിൽ വേറൊരാൾ ഒഴുകാൻ നിൽക്കുന്ന തോണിക്കൊരുന്ത് എന്ന് പറഞ്ഞ പോലെ അതൊരു പ്രകൃതി നിയമമാണ്, അങ്ങനെ ഉണ്ടാവുമായിരിക്കും. നമ്മളിതിൽ ആദ്യം തന്നെ കാണുന്നത് ഒരു കവി അയ്യപ്പൻ്റെ ഒരു കോട്ടാണ്. അപ്പം ആ ഒരു കോട്ട് താങ്കൾ തന്നെ പറയുന്നതായിരിക്കും. ആ ഒരു കോട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾ തന്നെ ഒന്ന് പറയാമോ? കോട്ട് കാരണം എൻ്റെ ജീവിതം തന്നെ കരളു പങ്കിടാൻ വയ്യൻ്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. എൻ്റെ ജീവിതത്തെ സാമ്യപ്പെടുന്ന ഒരു വരികളാണ്. കാരണം തിരിച്ചറിയേണ്ട ഒരു പാതയിൽ ഉണ്ടായിരുന്നു. മരണത്തോടെ അടുത്ത നിമിഷങ്ങളാണ്. ഡോക്ടറും കൂടെ പറഞ്ഞതാണ്, ഇനി കുഴി വെച്ചിട്ട് നീ കുടിച്ചോ. അതിൽ നിന്നാണ് എൻ്റെ മുഖവസ്ത്രത്തിലെ ചില വരികൾ കണ്ട് ഹരി നോട്ടത്തോട് ചെരി എൻ്റെ ടീച്ചറും സലാം കേരള നന്മാര സ്ഥാപകൻ വിനു താഴ്ത്തിങ്ങൽ അരൂഷൻ അവരുടെ പുസ്തകങ്ങളുമായി എന്നിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതും ഇന്ന് ഞാൻ കാണുന്ന വിനു വേലാശ്വരത്തിലേക്ക് എന്നെ എത്തിച്ചു. കാരണം എൻ്റെ ദൈവങ്ങളാണ് മനുഷ്യ ദൈവങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ടീച്ചറമ്മയും ഹരിയും അവരില്ലെങ്കിൽ ഞാനില്ല. കാഞ്ഞങ്ങാട് നന്മാരം എന്ന സംഘടനയോട് എൻ്റെ കടപ്പാട്. അവരാണ് എൻ്റെ പൊതുജീവിതത്തിൻ്റെ ശില്പി. ജീവിതാനുഭവങ്ങളാണ് വിനു വേലാശ്വരത്തിനെ പുസ്തകപ്രേമിയാക്കിയത്. ഇന്നിതാ 1 മാസത്തിനുള്ളിൽ 3 പതിപ്പുകൾ വേൽ രൂപങ്ങളുടെ ഇറങ്ങിയിരിക്കുന്നു. കാഞ്ഞങ്ങാട് സിറ്റി ചാനലിൽ നിന്നും വിഭിഷ വനിൽ, സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ,
ബ്രൈഡൽ ലാച്ചുകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC കാഞ്ഞങ്ങാട് RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇല്ലെങ്കിൽ സൗജന്യ യാത്രാ ടിക്കറ്റ് പതിക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ച് നടത്തിയത്. ഗതാഗത മന്ത്രിയുടെയും കമ്മീഷണറുടെയും തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് INTUC ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റി RT ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ഡിവിഷൻ പ്രസിഡന്റ് AK കോറിന്റെ അധ്യക്ഷതയിൽ കേരള മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് CU സജി ഉദ്ഘാടനം ചെയ്തു. പഠിക്കാതെ ഒരാൾ പറയുമ്പോൾ അതിന് ഒന്നും ഒരു വികലമായ രീതിയിൽ ഒരു തൊഴിലാളികളെ ദ്രോഹിക്കുന്ന രീതിയിൽ ഒരു നടപടികളായിട്ടാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ എല്ലാം ദ്രോഹിക്കുന്ന നടപടിയിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ ഏത് കാര്യമെടുത്താലും നിങ്ങൾ തൊഴിലാളി വർഗത്തെ ചതിക്കുന്ന, തൊഴിലാളി വർഗത്തെ വഞ്ചിക്കുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം എത്രയോ ദിവസങ്ങളായി തൊഴിലാളികളാണ് ആശാവർക്കന്മാർ, അവർ എത്രയോ ആളുകളായി സെക്രട്ടേറിയറ്റ് വിളിക്കാൻ സമരം നടത്തുന്നു. മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ അവർക്ക് അതല്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ എടുത്തു വെച്ചതെന്ന് തൊഴിലാളി സംഘടനയാണ് പറയുന്നത്. INTUC ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VV സുധാകരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി PV ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി അബ്ദുൽ മുത്തലീബ് പടന്ന, യൂണിയൻ ജില്ലാ ട്രഷറർ ബാലകൃഷ്ണൻ ചീമേനി, INTUC കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് PV ചന്ദ്രശേഖരൻ, INTUC കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റി ഭാരവാഹികളായ ചന്ദ്രൻ കല്ലിങ്കാൽ സ്വാഗതവും സലാം കുത്തിക്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും. മുളവന്നൂർ ഭഗവതിയുടെയും രക്തജാതൻ ദൈവത്തിന്റെയും അടുക്കത്ത് ചാമുണ്ടിയമ്മയുടെയും വിഷ്ണുമൂർത്തിയുടെയും പൊട്ടൻ ദൈവത്തിന്റെയും ഗുളികരാജന്റെയും ചൈതന്യത്താൽ ധന്യവും പൗരാണിക പ്രൗഢി തുളുമ്പുന്നതുമായ രാവണേശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്ര ഭണ്ഡാരവീടായ ആലത്തുങ്കാട് തറവാട്ടിൽ നിന്നും 7 പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിലും കലവറ ഘോഷയാത്ര പുറപ്പെട്ടു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ കലവറ സാധനങ്ങളുമായി ഭക്തർ ഘോഷയാത്രയിൽ അണിനിരന്നു. ആലത്തുങ്കാട് ഭണ്ഡാരവീട്, ചിറക്കാൽ ഒറവുംകര, മുക്കോട് കുന്നത്ത് കടവ്, പള്ളത്തിങ്കാൽ പുളിയാക്കാട്, താനത്തിങ്കാൽ, കൊട്ടിലങ്ങാട്, മുക്കൂട് കുന്നത്ത് കടവ്, കളരിക്കാൽ പൊടിപ്പള്ളം, നാട്ടാങ്കല്ല്, പാടിക്കാനം, പുല്ലാഞ്ചിക്കുഴി, കൂട്ടക്കനി പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിലാണ് കലവറ നിറച്ചത്. ബുധനാഴ്ച രക്തജാതൻ, അടുക്കത്ത് ചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും. ഉച്ചയ്ക്ക് മുളവന്നൂർ ഭഗവതി അമ്മയുടെ പുറപ്പാട്. രാത്രിയിൽ പൊടിപ്പള്ളം തിരുമുൽക്കാഴ്ച സമർപ്പണം നടക്കും. തുടർന്ന് അഞ്ചരംഗം ഭൂതം ദൈവത്തിന്റെ പുറപ്പാട്. വ്യാഴാഴ്ച പുലർച്ചെ പൊട്ടൻ ദൈവവും കെട്ടിയാടും. സമാപന ദിവസമായ വെള്ളിയാഴ്ച രക്തജാതൻ, അടുക്കത്ത് ചാമുണ്ടി, വിഷ്ണുമൂർത്തി, മുളവന്നൂർ ഭഗവതി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. വൈകിട്ട് നടക്കുന്ന വിളക്കലരി ചടങ്ങോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ചൊവ്വേരിയിലെ മത്സ്യവിൽപ്പന കേന്ദ്രത്തിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്ന പരിശോധനയ്ക്കെത്തിയ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. നിരോധിത കൈയുള്ള പ്ലാസ്റ്റിക് കവറുകൾ സ്ഥാപനത്തിൽ നിന്ന് പിടികൂടിയതോടെ മത്സ്യബന്ധന കേന്ദ്രത്തിലെ തൊഴിലാളി തർക്കവുമായി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് നേരെ തിരിഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. ഒടുവിൽ പോലീസ് എത്തിയാണ് തൊഴിലാളിയെ പിന്തിരിപ്പിച്ചത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പരിശോധനയ്ക്കെത്തിയ
പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി അരവിന്ദൻ, ആരോഗ്യവകുപ്പിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി വി പ്രകാശൻ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുപ്രിയ, ക്ലർക്ക് ജി അഭിനവ് എന്നിവരടങ്ങിയ ഉദ്യോഗസ്ഥ സംഘം ചൊവ്വേരിയിലെ മത്സ്യവില്പന കേന്ദ്രത്തിലെത്തിയതോടെ സ്ഥാപനത്തിലെ ജീവനക്കാർ അകത്തു കടക്കാൻ അനുവദിച്ചില്ല. ഇതാണ് ഉദ്യോഗസ്ഥരുമായി തർക്കത്തിന് കാരണമായത്. ടൗണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പരിശോധനയ്ക്കിടയിലാണ് ചൊവ്വേരിയിൽ തർക്കത്തിനിടയാക്കിയത്. സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന ഘട്ടത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പോലീസിനെ വിളിക്കുകയും പോലീസ് എത്തി ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത്. കണ്ണൂർ സ്വദേശികളായ ലത്തീഫ, മനാഫ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് A1 സ്റ്റാർ മത്സ്യവിപണന കേന്ദ്രം. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ചൊവ്വേരിയിലെ A1 സ്റ്റാർ മത്സ്യവിപണന കേന്ദ്രത്തിൽ നിന്നും 3 കിലോയോളം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടികൂടിയ സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് 10,000 രൂപ പിഴ ഈടാക്കി. തങ്കയം ഇത് ഖാദർ ചാന്റെ ഹോട്ടൽ, തങ്കയം കിസ്മത്ത് ഹോട്ടൽ, NK സ്റ്റോർ, ചൊവ്വേരി സ്റ്റോർ തുടങ്ങിയ 8 സ്ഥാപനങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഡിസ്പോസിബിൾ ഗ്ലാസുകളും ഉദ്യോഗസ്ഥർ പിടികൂടി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വിശുദ്ധ റമളാനിൽ നടത്തുന്ന വിവിധ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ഉദനൂർ സുന്നി സെന്ററിൽ തുടക്കമായി. ഉദനൂർ മഹലിന് കീഴിലെ 700 വീടുകളിൽ നോമ്പ് മുറിക്കുള്ള കാരക്ക പാക്കറ്റുകളുടെ വിതരണവും ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണവും സുന്നി യുവജന സംഘത്തിന് കീഴിലുള്ള സാന്ത്വനം ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത്. റമളാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉദനൂർ മഹലിലെ 700 വീടുകളിൽ നോമ്പ് മുറിക്കാനുള്ള കാരക്ക വിതരണം പൂർത്തീകരിച്ചു. ഇതോടൊപ്പം തെരഞ്ഞെടുത്ത അർഹരായ 70ഓളം കുടുംബങ്ങൾക്ക് റമളാൻ വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണവും നടന്നു. 5 പതിറ്റാണ്ടായി ഉദനൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുന്നി യുവജന സംഘം എല്ലാ വർഷവും സാന്ത്വനം ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ഉദനൂർ സുന്നി സെന്ററിൽ നടന്ന ചടങ്ങിൽ ഉദനൂർ സൗത്ത് ഇസ്ലാമിയ LP സ്കൂൾ മാനേജർ AB മുസ്തഫ ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. أوصل اللهم ثواب صدقاتنا وثواب عباداتنا وتلاوتنا وفي الآخرة شفاعتك ولا تحرمنا رؤيتك وأولنا وأولنا واحشرنا تحت ظلك واشف مرضانا بجاهك وإلى حضرات الأنبياء والمرسلين الجميع ماتوا من هذه خاصة إلى حضرات جميع أمتنا الله. സഅദിയ ശരീഅത്ത് കോളേജ് പ്രൊഫസർ മുഹമ്മദ് സ്വാലിഹ് സൈദി അധ്യക്ഷത വഹിച്ചു. സുന്നി യുവജന സംഘം പ്രസിഡന്റ് KK നൌഫൽ സൈദി, യുണീക് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി T അബ്ദുള്ള മാസ്റ്റർ, TP അബ്ദുൽ സലാം ഹാജി, ഹുസൈൻ സഖാഫി പെട്ടിക്കുണ്ട്, TKC മുനീർ മിസ്ബാഹി, TP ഷാഹുൽ ഹമീദ് ഹാജി, റസാഖ് പുഴക്കര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള കൂടി. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് ഉദ്ഘാടനവും പ്രൊഫഷ്യൻസി അവാർഡ് വിതരണവും നടന്നു. ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ സൈഫുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് ഉദ്ഘാടനവും പ്രൊഫഷ്യൻസി അവാർഡ് വിതരണവും നടന്നു. ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ സൈഫുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു.
രണ്ടാമത്തത് വയനാട് ദുരന്തം വന്നപ്പോൾ മേപ്പാടി റെഡ് ക്രോസിന്റെ ഒരുപാട് പ്രവർത്തകർ അവിടെ സഹായിക്കാൻ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും ജൂനിയർ റെഡ് ക്രോസ് കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ കെ അനിൽകുമാർ മുഖ്യാതിഥിയായി. സ്വാമി നിത്യാനന്ദ സേവാ ആശ്രമം സെക്രട്ടറി കെ വി ഗണേഷ് വിവിധ ക്ലാസുകളിലെ പഠന നിലവാരത്തിൽ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ എൻ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. റീന BH, ബിന്ദു VV, ജൂനിയർ റെഡ് ക്രോസ് ലീഡർ നിവേദ് സത്യൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കരിമുൽ ഇസ്ലാമിയ LP സ്കൂൾ ആറങ്ങാടി 85ാം വാർഷികാഘോഷവും പ്രതിഭകൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ സുമയ്യ TK ഉദ്ഘാടനം നിർവഹിച്ചു. കരീമുൽ ഇസ്ലാമിയ LP സ്കൂൾ ആറങ്ങാടി 85ാം വാർഷികാഘോഷവും പ്രതിഭകൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ സുമയ്യ TK ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ 85ാം വാർഷികാഘോഷ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഇപ്പോൾ പഠിക്കുന്നവരും അതുപോലെ തന്നെ മുമ്പ് പഠിച്ചവരൊക്കെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളടക്കമുള്ള ഇവിടേക്കുള്ള രക്ഷിതാക്കളടക്കം മനസ്സിലാക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികളാണെന്നാണ്. പൂർവ്വ വിദ്യാർത്ഥികളടക്കമുള്ളവരാണ് നമ്മുടെ മക്കളുടെ കലാപരിപാടികൾ കാണാനും ആസ്വദിക്കാനും എത്തിച്ചേർന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വളരെയധികം പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വളർന്നു വരുന്ന മക്കളെ കുറിച്ച് വല്ലാത്തൊരു ആശങ്കയിലൂടെയൊക്കെയാണ് ഓരോ രക്ഷിതാക്കളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാനേജർ MK അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. CH അസീസ്, അബു സാലി, EK അബ്ദുൾ റഹ്മാൻ, റംസാൻ ആറങ്ങാടി, റഷീദ് MK, മുനീർ M, മുഹമ്മദ് കുഞ്ഞി, റയീസ, വെറുനീസ, മുഹമ്മദ് കുഞ്ഞി കാസിമി, അസീസ് T, അലി മാസ്റ്റർ, രേഷ്മ K ടീച്ചർ, റാസ്മിൻ ടീച്ചർ, പ്രകാശിനി ടീച്ചർ, രേഷ്മ ടീച്ചർ, ചന്ദ്രാവതി ടീച്ചർ, മീര ടീച്ചർ, ഭവാനി ടീച്ചർ, M കുഞ്ഞഹമ്മദ് മാസ്റ്റർ, MK അഷ്റഫ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പ്രധാന അധ്യാപിക പ്രേമലത ടീച്ചർ സ്വാഗതവും പ്രിയ ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പടിഞ്ഞാറ് അൽ ഖിത്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈന്തപ്പഴ ചാലഞ്ച് സംഘടിപ്പിച്ചു. പടിഞ്ഞാറ് ഖത്തീബ് സുഹൈൽ വാരിസി ഉദ്ഘാടനം നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യമായ കാഞ്ഞങ്ങാട് പടിഞ്ഞാറ് അൽ ഖിത്മ ചാരിറ്റബിൾ ട്രസ്റ്റ് റമദാനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഈന്തപ്പഴ ചാലഞ്ചിന്റെ വിതരണോദ്ഘാടനം പടിഞ്ഞാറ് ഖത്തീബ് സുഹൈൽ വാരിസി നിർവഹിച്ചു. നമ്മുടെ നാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുവശങ്ങളിലായിട്ട് 2 ചാരിറ്റബിൾ ട്രസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലാണ് വിവാദത്തിൻ്റെ വലിയ കേന്ദ്രമുള്ളത്. അസ്വദഖത്തു റദ്ദുൽ ബലായ, എല്ലാ ആഫത്ത് മുസീബത്തുകളെ തടയാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്വതക്ക എന്ന് പറയുന്നത്. സ്വതക്ക പലതരത്തിലും കൊടുക്കാൻ പറ്റും. PVM കുട്ടി സ്വാഗതം പറഞ്ഞു. TK അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി ഭാരവാഹികളായ TK ഫിറോസ്, അബ്ദുൽ കലാം, TK ഇക്ബാൽ, റാഷിദ് TK, റസാഖ് മൗലവി എന്നിവർ സംസാരിച്ചു. 2 കിലോഗ്രാം തൂക്കമുള്ള ഈന്തപ്പഴം 500 രൂപ വില നിശ്ചയിച്ച് 800ഓളം കുടുംബങ്ങൾക്ക് നടത്തുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കാൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കുള്ള പഠന ശിബിരം നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരത്തിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് K ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. നെല്ലിത്തറ ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കുള്ള പഠന ശിബിരം നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരത്തിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് K ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. അതെങ്ങനെ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു അവലോകനം അല്ലെങ്കിൽ ഒരു പ്രാവർത്തികമാക്കൽ, പരിചയപ്പെടൽ, അതിനെ ഓർമ്മിപ്പിക്കൽ, അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ശരിക്ക് ക്ലസ്റ്റർ ടീച്ചേഴ്സ് മീറ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് എക്സലൻസ് അല്ലെങ്കിൽ കുട്ടികളുടെ അക്കാഡമിക് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ്. ജില്ലാ സെക്രട്ടറി P ഗണേശൻ NEP പഞ്ചകോശ വികാസം എന്ന വിഷയം അവതരിപ്പിച്ചു. അക്കാദമിക് അംഗങ്ങളായ വാരിജ് ടീച്ചർ, ഗോപാലൻ മാസ്റ്റർ, പത്മനാഭൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. പ്രിൻസിപ്പാൾ ഭവ്യ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് തലപ്പാടി ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. പള്ളിക്കര തെക്കേക്കുന്നിലെ വിശാൽ കൃഷ്ണനാണ് ആക്രമണത്തിന് ഇരയായത്.
മുത്തലാഖ് ചൊല്ലിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസിലെ 1-ാം പ്രതിയായ വിദേശത്തുള്ള അബ്ദുൾ റസാഖിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു. മതസൗഹാർദ്ദ പാരമ്പര്യം ഊട്ടിയുറപ്പിച്ച് തൃക്കരിപ്പൂർ രാമവല്യം പെരുങ്കളിയാട്ട നഗരിയിൽ ഇഫ്താർ സംഗമം നടന്നു. വർഷങ്ങളുടെ മദ്യപാനത്തിനൊടുവിൽ മരണക്കിടക്കയിൽ നിന്ന് വായനയിലൂടെ ജീവിതം തിരിച്ചുപിടിച്ച വിനു വേലാശ്വരത്തിനെ പരിചയപ്പെടാം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC കാഞ്ഞങ്ങാട് RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇല്ലെങ്കിൽ സൗജന്യ യാത്രാ ടിക്കറ്റ് പതിക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മാർച്ച്. രാമേശ്വരം മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.